മധുരം അധരം മധുരം വചനം മധുരം മധുരാധിപതേരഖിലം മധുരം ചെപ്പിൽ നിന്നും മണിമുത്തും കൊണ്ടേ പോന്നു മാടത്ത കിളിക്കിടാങ്ങൾ. മഞ്ഞിളം വെയിൽ കാത്തു നിൽപ്പു മഞ്ഞളാടയുമായി. മഞ്ഞിളം വെയിൽ കാത്തു നിൽപ്പു മഞ്ഞളാടയുമായി. മുടി തലോടി പീലി ചാർത്താൻ മാരിവില്ലൊരുങ്ങി. കൊതിയനുന്നും വെണ്ണയാവാൻ
താങ്ക് യു. ദേവു, എന്താ? ഏതാണ് എളുപ്പം? ഓർക്കസ്ട്രയുടെ കൂടെ പാടുന്നതാണോ അല്ലാത്തയാണോ ദേവുവിന് എളുപ്പം? ഓർക്കസ്ട്ര. ഓർക്കസ്ട്ര. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ഉണ്ണി സർ. ദേവൂട്ടി എന്താ? അസാധ്യമായി പാടി. താങ്ക് യു സാർ. എന്താ വയസ്സ് ദേവൂട്ടിയുടെ? എനിക്ക് 11 വയസ്സ്. 11? ആ. ഈ വയസ്സിൽ ഓ മൈ ഗോഡ്, എന്തൊരു അണ്ടർസ്റ്റാൻഡിങ്, കോൺഫിഡൻസ് ആൻഡ് ആ ഡെലിവറി ഓൾ സൂപ്പർ. താങ്ക് യു സാർ. നല്ല ശ്രുതി ശുദ്ധം ആൻഡ് ആ ക്ലാരിറ്റി, സംഗതീസ് എല്ലാം നന്നായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വേറെ ഒന്നും പറയാനില്ല. അഫ്കോഴ്സ് ഹിയർ ആൻഡ് ദെയർ ആ തമ്പുരയും മാത്രമായിട്ട് പാടുമ്പോൾ ചില സ്ഥലം മാത്രം ജസ്റ്റ് ലിറ്റിൽ, അതൊക്കെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ പെർഫോമൻസ്. ഇറ്റ്സ് ഓക്കെ, അതൊന്നും അത് ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ഇത്രയും ഒരു കോൺഫിഡൻസോടുകൂടി ഒരു നൈസ് ആറ്റിറ്റ്യൂഡ്, വെരി ഹാപ്പി, നോ ടെൻഷൻ, എല്ലാം വെരി നൈസ്. താങ്ക് യു സാർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. താങ്ക് യു ഉണ്ണി സർ. ശരത് സർ. മോളെ എന്താ? നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. ഒരു നല്ല എന്താ പറയുക, നല്ല സുഖമുള്ള ഒരു കൂൾ പാട്ട്, ഒരു താരാട്ട് പാട്ട് പോലെ കേട്ടിരിക്കാൻ സുഖമുള്ള ഒരു മെലഡി. ഇതാരാണ് ഇതിൻ്റെ സംഗീത സംവിധായകൻ? ഇതിൻ്റെ രചയിതാവ് ആരാണ്? ഇതാരാണ് പാടിയിരിക്കുന്നത്? മ്യൂസിക് കൈതപ്രം തിരുമേനി. ആഹാ. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. ആഹാ. പാടിയത് ചിത്രാമ്മ. ആ, കുറേ സന്തോഷം. നന്നായിട്ട് പാടി മോള്, നന്നായിട്ട് പാടി. അതിൽ ഈ പല്ലവിയിൽ ഈ കാണാൻ ചേരുള്ള അത് കുറച്ച് ശ്രുതി, അത് നമ്മൾ ഒരെണ്ണം പാടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രായത്തിൽ, കാര്യം ഇത് എത്ര മക 11 വയസ്സല്ലേ ഉള്ളൂ, കുഞ്ഞാ നീ. അപ്പം നല്ല കട്ടയ്ക്ക് അങ്ങ് നിൽക്കണം. നമുക്ക് കുറച്ചുകൂടി പ്രായമാകുമ്പോൾ പിന്നെ നമുക്ക് കൺട്രോൾ നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല. ദൈവം തമ്പുരാൻ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പ്രായത്തിലൊക്കെ നിങ്ങളങ്ങനെ കത്തിജ്വലിക്കണം കേട്ടോ. അത് ഇതൊരു വലിയ ഒരു ഭീകര സംഭവം ആയതുകൊണ്ടല്ല പറയുന്നത്, നമ്മളത് മനസ്സിൽ നന്നായിട്ട് തന്നെ പാടി നീ കേട്ടോ. മോളെ ഈ മുടി തലോടി അതൊന്ന് പാടാമോ? മുടി തലോടി പീലി ചാത്താൻ മാരിവില്ലൊരുങ്ങി കൊതിയനുണ്ണും വെണ്ണയാവാൻ വെണ്ണിലാവുറഞ്ഞു. അത്രേ ഉള്ളൂ. അത് ആ സംഗതികൾ കുറച്ചും കൂടെ ശ്രുതിയിൽ എത്തിക്കട്ടെ, കുറച്ച് ഷാർപ്പാണ് മോള് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ ചക്ര ഇത് നന്നായിട്ട് തന്നെ പാടിയിടാൻ മുത്തേ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക. ദേവു എന്തോ? നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് നോട്ട് ചെയ്തത്. കാണാൻ ചെയ്യലുള്ള അതിന് കുറച്ച് ചെയ്യൽ കുറവായിരുന്നു. ബാക്കി പിന്നെ ഇതുണ്ട്, കൊതിയൊണ്ണും കാണാൻ ചെയ്യലുടെ അഗൈൻ ആ റിപ്പീറ്റ് കാണാൻ ചെയ്യുള്ള, പിന്നെ അവസാനത്തെ നീ ഒരു മിന്നായം കണ്ടായോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ദേവു, ഞാൻ ഈ അടുത്ത് കണ്ട ദേവുട്ടിയുടെ പെർഫോമൻസുകളിൽ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. താങ്ക് യു സാർ. അപ്പോൾ അതിന് ആദ്യം തന്നെ താങ്ക് യു അങ്ങോട്ട്. അതെ, കുറെ നാൾ കൂടിയിട്ട് ദേവുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതെ. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു പേസ് കീപ്പ് ചെയ്ത് പോവാ കേട്ടോ. അടിപൊളിയായിട്ട് പാടുക, കേൾക്കാൻ ഭയങ്കര സുഖം ഉണ്ടായിരുന്നു മോളെ. അതിന് വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഈ സോങ് സെലക്ഷൻ. ഉഗ്രം പാട്ട്, ഈ പറഞ്ഞ പോലെ താരാട്ട് പാട്ട് പോലെ കേട്ടിരിക്കാൻ പറ്റുന്നൊരു പാട്ട്. അപ്പോൾ സോങ് സെലക്ഷനാണ് ഇവിടെ സാധാരണ, അതാണ് ദേവുട്ടിയുടെ വില്ലനായി വരാറ്. ഇന്ന് സോങ് സെലക്ഷനാണ് ഹീറോ കേട്ടോ. അത്രേ ഉള്ളൂ മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ദേവു എന്തോ? ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ, ശരത് സർ. മക്കളെ എന്തോ? 8.5 മാർക്ക് മോളെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക. ദേവുട്ടി എന്തോ? ഇത്രയും ഈ അടുത്ത് നടന്ന പെർഫോമൻസിൽ വെച്ച് നല്ലൊരു പെർഫോമൻസ് തന്നതിന് ഐ എം ഗിവിംഗ് യു 9. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ഗുഡ്. ഉണ്ണി സർ. നല്ലൊരു മാർക്ക് തന്നതിന് എന്താ തരിക? എനിക്ക് നല്ലൊരു മാർക്ക് തന്നതിന് എന്താ ഒറ്റ അടി കൊടുക്ക. പോയി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്ക്, അതല്ലേ വേണ്ടത്. അതെ. ആ മേക്കപ്പ് ഇങ്ങളായി വരും മക്കളെ. രണ്ടുപേരും പാട്ട് പാടി കൊടുക്ക സാറിന്. ഞാൻ പാടിക്കൊടുത്തു കണ്ടില്ല. ഓ നോ, നീ ഇപ്പൊ അത് ഒരു സംഭവമായിട്ട് എടുത്ത് മുന്നേറുകയാണോ പാറു? അങ്ങനെയല്ല, തട്ടാരമുള്ളുകൾ ഉണ്ടാവും പാതയിൽ. പാലപ്പൂവേ നിൻ തിരു
തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ, നീ എന്നീഹാരക്കോടി തരൂ. പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ, നീ എന്നീഹാരക്കോടി തരൂ. കാണാതെ മിന്നിതളായി മറയും മന്മഥനുള്ളിൽ കൊടിയേറിയ ചന്ദ്രോത്സവമായി. പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ, നീ എന്നീഹാരക്കോടി തരൂ. ഉണ്ണികൃഷ്ണൻ പാടേണ്ടിരുന്ന പാട്ടാണ് മോളെ ഇത്. പാടാത്ത happy പാട്ട്. ആയി. ഇഷ്ടായോ ഉണ്ണി സർ? സൂപ്പർ. ഒരു അരമാർക്ക് ജാസ്തി തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ ദേവു, ടോട്ടൽ 17.5. ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.